അമേരിക്ക ഈ അടുത്ത് നമ്മുടെ വെനസ്വേലിയൻ പ്രസിഡൻറ്റിനെ ആക്രമിച്ച് തടവിലാക്കുകയുണ്ടായി. എന്താണ് അതിനുള്ള കാരണം? ആക്ച്വലി അമേരിക്ക പുറത്തുവിട്ട പ്രസ്താവന അനുസരിച്ച് ഈ രാജ്യത്തിനെ ആക്രമിക്കാനുള്ള ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഡ്രഗ് ട്രാഫിക്കിംഗ് പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കയോട് കൂടുള്ള മെക്സിക്കോ ആക്ച്വലി ഡ്രഗ് ട്രാഫിക്കിംഗ് ചെയ്യേണ്ട അവരെ അമേരിക്ക ആക്രമിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാരണം ഡിക്റ്റേറ്റർഷിപ്പ്. സൗദി അറേബ്യയിൽ ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്, ബട്ട് അമേരിക്ക സൗദിയെ ആക്രമിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. ഈ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ് വയലേഷൻ കേട്ടുവരുന്ന സ്ഥലമാണ് നോർത്ത് കൊറിയ എന്നുള്ളത്. അവിടുത്തെ കിം ജോങ് ഉന്നുമായിട്ടും ട്രംപിന് നല്ല സൗഹൃദമുണ്ട്, എന്നിട്ട് അവരെ ആക്രമിക്കുന്നില്ല. കാരണം ഈ 3 രാഷ്ട്രങ്ങളായിട്ട് അമേരിക്കയ്ക്ക് കച്ചവടപരമായ പല ബന്ധങ്ങളുമുണ്ട്, അതുകൊണ്ട് അവരെ തൊടുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് വെനസ്വേല അപ്പോൾ ശരിക്കും ആക്രമിച്ചു? എന്താണ് കാരണം? അത് നോക്കി വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം അറിയാൻ സാധിച്ചത്. കാരണം നമ്മുടെ സൗദി അറേബ്യ, നമ്മുടെ ഈ ഓയിൽ റിസർവ്സ് വളരെയധികമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. ആ രാജ്യത്തിനേക്കാൾ കൂടുതൽ ഓയിൽ റിസർവ് ആക്ച്വലി ഈ വെനസ്വേല എന്ന് പറഞ്ഞ രാജ്യത്തുണ്ട്. ഏകദേശം 300 ബില്യൺ ബാരൽസ് അടക്കം ഓയിലിൻ്റെ ശേഖരം അവിടെയുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതാണോ കാരണം? ഓയിൽ മാത്രമാണോ ഇതിനെ ആക്രമിക്കാനുള്ള കാരണമെന്ന് ഞാൻ അന്വേഷിച്ച് പോയപ്പോഴാണ് എനിക്ക് കാര്യം ശ്രദ്ധയപ്പെട്ടത്. ആർക്കോ മിനറൽ എന്ന് പറഞ്ഞ മൈൻ ഒരു ഖനിയാണ് അവിടുത്തെ. അതിൽ ഏകദേശം 7000 ടൺ അടുത്ത് ഗോൾഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഒരു 100 ബില്യൺ കോൾട്ടൻ്റെ ശേഖരം. കോൾട്ടൻ എന്ന് പറഞ്ഞ മിനറലാണ് നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിച്ചിരുന്നൊരു മിനറലാണ് ഈ കോൾട്ടൻ എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു $100 ബില്യൺ വർത്തുള്ള മിനറൽസ് അവിടെയുണ്ട്. പിന്നെ അത് മാത്രമല്ല ഏകദേശം 3 ബില്യൺ ക്യാരറ്റ്സിൻ്റെ ഡയമണ്ട്സിൻ്റെ ശേഖരവും അവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അമേരിക്കയ്ക്ക് ഇപ്പോൾ ആക്ച്വലി ഇത് ബോണസാണ്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ മിനറൽസെല്ലാം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഓയിൽ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ഓയിലാണ് അവിടെ കണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനികളിൽ അങ്ങോട്ട് പോകാനുള്ളൊരു പേടി ഉണ്ടാവും. ഈ പേടി വരാൻ കാരണം അവിടുത്തെ രാഷ്ട്രീയപരമായ പല പോളിസീസാണ്. സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ 1950കളിൽ ലോകത്തിലെ തന്നെ 4ാമത് സമ്പന്നമായ രാഷ്ട്രമാണ് വെനസ്വേല എന്നുള്ളത്. അത് മാറാനുള്ള കാരണം അവിടുത്തെ രാഷ്ട്രീയമാണ്. കാരണം 1991 ഹൂഗോ ചാവീസ് എന്ന് പറഞ്ഞ ആൾ രംഗത്തെത്തുകയും അദ്ദേഹം എടുത്ത കുറേ പോളിസീസ് എല്ലാം അവിടുത്തെ കമ്പനികൾക്ക് അവിടെ നിന്ന് പോകേണ്ട അവസ്ഥ വന്നു. അതൊരു വേറൊരു കഥയാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഇപ്പോൾ സംസാര വിഷയം എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്തിന് വെനസ്വേല ആക്രമിച്ചു? ഈ അമേരിക്ക പുറത്തു വിട്ട പോലത്തെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതുപോലെ തന്നെ എന്താ പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ്, ഡ്രഗ് ട്രാഫിക്കൊന്നും നമ്മൾ ഒരു സാധ്യതയില്ല. കാരണം അതാണ് എങ്കിൽ അമേരിക്ക പല രാജ്യങ്ങളെയും വീണ്ടും ആക്രമിക്കേണ്ടിയിരിക്കും. അമേരിക്കയുടെ മുള്ളുമുനയിൽ പല രാജ്യങ്ങളും ഇനി വരാനിരിക്കും. അതാണ് കാരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ ഓയിൽ, അല്ലെങ്കിൽ അവിടുത്തെ മിനറൽസ്. ഇത് രണ്ടുമാണ് അമേരിക്ക അതിനെ ആക്രമിക്കാനുള്ള കാരണമായിട്ട് ഈ ഡാറ്റകൾ പുറത്തുവിടുന്നത്.